കായികാരവം സദാ കവിതയായി ജ്വാലയാന്തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ സ്റ്റേ ഫിറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഞാൻ അറിഞ്ഞതോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം നമുക്ക് ഈ ഒരു സൊസൈറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ആ ഒരു യങ് ജനറേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ഇത്രയും നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഒരു വലിയൊരു സർവീസ് എന്ന് തന്നെ പറയാം ഇതിന്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ യങ് ജനറേഷനായാലും ആരായാലും ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഒരു മടുത്തൊരു ഫീലിംഗ് ആണ്. ഞാനും ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു മാസം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ റുട്ടീൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ തിങ്കിങ്ങും എല്ലാം ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും ഡിപ്രഷനും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ആക്ഷൻ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഒരു വ്യത്യാസങ്ങളുണ്ടായത്. നമ്മുടെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ട്രെയിനിങ് ആയാലും നമ്മുടെ മെഡിറ്റേഷൻ ആയാലും നമ്മുടെ യോഗ ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലായാലും നമ്മളെല്ലാം ഒരു കാര്യങ്ങൾക്ക് ചെറുതായിട്ടുള്ളൊരു ഒരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു നന്മ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ നമ്മുടെ ട്രെയിനിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ആ ഡേ ഭയങ്കര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ സ്റ്റേ ഫിറ്റ് എന്നുള്ളൊരു പ്രോഗ്രാമിൽ കൂടെ കൊച്ചു കുട്ടികളെയും ആൾക്കാരെയും എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്റ്റേ ഫിറ്റ് എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ബെസ്റ്റ് വിഷസ് അറിയിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആനയെപ്പോലെ നടക്കാൻ പഠിച്ചു, കുതിരയെപ്പോലെ ഓടാൻ പഠിച്ചു, പിന്നെന്താ ജിറാഫിനെ പോലെ നടക്കാൻ പഠിച്ചു, ഒക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഷേക്കി ഡാൻസ് ആയാലോ? നമ്മുടെ ശരീരത്തെ ഫുള്ളും ഷേക്കാക്കുന്ന ഒരു ഷേക്കി ഡാൻസ്. ഷേക്കി ഡാൻസ് ഇഷ്ടമായില്ലേ? ഇതുപോലെ രസകരമായ മറ്റു ചില ഡാൻസുകൾ കൂടി കളിച്ചു നോക്കിയാലോ? സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഓരോ പ്രിയ കൂട്ടുകാരും നമുക്ക് ഓരോ എക്സസൈസുകൾ പറഞ്ഞു തരും. അവരോടൊപ്പം പങ്കുചേരുന്നതിന് നിങ്ങൾ റെഡിയല്ലേ? ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോറ. ഇതെന്റെ കൂട്ടുകാരൻ ബുജി. ഞങ്ങളോടൊപ്പം ഒരു എക്സസൈസ് ചെയ്യുമോ? കാൽമുട്ടുകൾ മടക്കി ഓരോ കാലുകളും മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ കൈകൾ ഓടുന്ന ആക്ഷനിൽ ചലിപ്പിക്കുക. ഹായ്, ഞാൻ നിങ്ങളുടെ ലില്ലി. ഇത് ക്ലാര. എക്സസൈസ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്കൊരു എക്സസൈസ് ചെയ്താലോ? സ്ക്രീനിൽ കാണുന്നത് പോലെ കാൽമുട്ടുകൾ മടക്കി മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. അതിനോടൊപ്പം ഒരു കൈ ഷോൾഡർ ലെവലിലും മറുകൈ മടക്കി നെഞ്ചിന് സമാന്തരമായും കൊണ്ടുവരിക. ഹലോ, ഞാൻ മോട്ടുലു. ഇത് പപ്പുലു. നമുക്ക് മോട്ടുലൂനെ പോലെ ഓടിയാലോ? ഇരു കാലുകളും അകലത്തിൽ വെച്ച് 4 പ്രാവശ്യം മാർച്ച് ചെയ്യുക. അതിനുശേഷം കാലുകൾ ചേർത്ത് വെച്ച് 4 പ്രാവശ്യം മാർച്ച് ചെയ്യുക. ഇന്ന് നമുക്കൊരു എക്സസൈസ് ചെയ്താലോ?
വലതുകാൽ വലതു ഭാഗത്ത് പ്ലേസ് ചെയ്യുക. അതിനോടൊപ്പം കൈകൾ ഷോൾഡർ ലെവൽ ഉയർത്തി നെഞ്ചിന് മുന്നിലായി ക്ലാപ്പ് ചെയ്യുക. ഇത് ഇടതുവശത്തേക്കും ആവർത്തിക്കുക. ഞാൻ ബണ്ണി, ഇതെന്റെ ചേട്ടൻ ഹണ്ണി. ഇന്ന് നമുക്കൊരു എക്സസൈസ് ചെയ്യാം. ഇരു കാലുകളും മടക്കി നിവരുന്നതിനോടൊപ്പം കൈകൾ ഇടതുവശത്തേക്ക് ഉയർത്തുക. അതിനോടൊപ്പം തന്നെ വലതുകാൽ വലതുവശത്തേക്ക് ടോയിൽ പ്ലേസ് ചെയ്യുക. ഇതുപോലെ ഇടതുവശത്തേക്കും ആവർത്തിക്കുക. ഹലോ, ഞാൻ അരിയം ബാവ, ഇത് ചേട്ടൻ ബാവ. നമുക്ക് വുഡ് കട്ടറിനെ ഓട്ടിക്കാൻ ആരോഗ്യം വേണം. അതിന് നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇരു കാലുകളും കുറച്ച് അകലത്തിൽ വയ്ക്കുക. അതിനോടൊപ്പം വലതുകാലിൽ നിന്നുകൊണ്ട് ഇടതുകാൽ മടക്കി കൈകൾ വശങ്ങളിലേക്ക് വീശുക. നിങ്ങളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ ചെയ്ത എക്സസൈസ് നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്യാം. റെഡിയല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? ഒരു ചെറിയ വിശ്രമമായാലോ? നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും കോർഡിനേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ കായിക രംഗത്തും താളാത്മക ചലനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കായിക ഇനങ്ങളായ ജിംനാസ്റ്റിക്സ്, റിതമിക് ജിംനാസ്റ്റിക്സ്, സിങ്ക്രണൈസ്ഡ് സ്വിമ്മിംഗ് എന്നിവ മറ്റു കളികളെ അപേക്ഷിച്ച് കോർഡിനേഷൻ വളരെ കൂടുതൽ ആവശ്യമുള്ള കളികളാണ്. അപ്പോൾ നമുക്കിന്ന് ആ സ്റ്റേ ഫിറ്റ് ഡാൻസ് ഒന്ന് പരിശീലിച്ചാലോ? ഓക്കെ കുട്ടികളെ, സ്റ്റേ ഫിറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ നിങ്ങൾ? എന്നോടൊപ്പം ചെയ്യുമോ? ഓക്കെ, റെഡി? കാലുകൾ ഇതുപോലെ ഒന്ന് അകലത്തിൽ വെച്ചേ. റെഡി? ഇനി കാലുകൾ ഒരേ സമയം നിവർത്തുകയും മടക്കുകയും ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 8. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, റെഡി? കമോൺ. 1 2 3 4 5 6 7 8. ഓക്കെ, വെരി ഗുഡ് ചിൽഡ്രൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ലോ. നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോയാലോ? കാലുകൾ നേരത്തെ വെച്ചതുപോലെ തന്നെ വെക്കുക. ഓക്കെ, അവിടെ നമ്മൾ നടക്കുന്നത് എങ്ങനെയാ? ഓക്കെ, 1 2 3 4 5 6 7 8. ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ മുന്നിലേക്ക് സ്വിങ് ചെയ്യുക, കാൽപാദം നേരെ വെക്കുക. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ കുട്ടികളെ? 1 2 3 4 5 6 7 8 8 7 6 5 4 3. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്താലോ? മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന അറിയണ്ടേ? CY I am fit എന്നതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാ സി? എങ്ങനെയാ? ഓക്കെ, സി, ദെൻ വൈ, ഓക്കെ, ദെൻ I am fit. ഒന്നുകൂടെ ചെയ്യാം. CY I am fit. Once again, CY I am fit because we are doing exercise. CY I am fit. CY I am fit. CY I am fit. 1 2 3 4 5 6. സ്റ്റേ ഫിറ്റിൻ്റെ 3 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു അല്ലേ? ആ 3 സ്റ്റെപ്പും ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ?
സ്റ്റേ ഫിറ്റ് ഡാൻസിൻ്റെ ചില സ്റ്റെപ്പുകളൊക്കെ പഠിച്ചല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ലോ. നമുക്കിനി 4ാമത്തെ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചാലോ? അതിനു മുമ്പ് അവർക്ക് ഓടാൻ അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വേട്ടക്കാരൻ ഓടിയത് ഓർമ്മയുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കിയാലോ? റെഡി? 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് ഈ എല്ലാ സ്റ്റെപ്പും കൂടെ ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, റെഡി? കം ഓൺ. ഇനി നമുക്ക് കുടുംബാംഗങ്ങളൊത്ത് ചില രസകരമായ കളികളായാലോ? ഫൺ വിത്ത് ഫാമിലി. ഫൺ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഹാൻഡ്സ് ഓൺ ഹാൻഡ്സ്. കുടുംബാംഗങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ കൈകൾ ചേർത്ത് വെച്ച് വൃത്താകൃതിയിൽ നിൽക്കുക. ഈ ഗെയിമിൽ പ്രധാനമായും 3 കമാൻഡുകളാണ് ഉള്ളത്: ക്ലോസ്, പോയിന്റ്, ഷേക്ക് ഹാൻഡ്. ക്ലോസ് എന്ന് പറയുമ്പോൾ കൈകൾ ചേർത്ത് വയ്ക്കുക. പോയിന്റ് എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ ചേർത്ത് പോയിന്റ് ചെയ്തു വയ്ക്കുക. ഷേക്ക് ഹാൻഡ് എന്ന് പറയുമ്പോൾ അടുത്തു നിൽക്കുന്നവർക്ക് ഷേക്ക് ഹാൻഡ് നൽകുക. ഗെയിമിൽ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ് ഈ കമാൻഡ്സ് പറയേണ്ടത്. കമാൻഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ വൈകുന്നവർ ഹെലികോപ്റ്റർ മാതൃകയിൽ കറങ്ങിയതിന് ശേഷം ഗെയിം തുടരുക. ഓക്കെ, സ്റ്റാർട്ട്. ക്ലോസ്, ക്ലോസ്, പോയിന്റ്, നന്ദു, point, shake hand, shake hand, close, point, point, shake hand, close, point, close, point, close, point, close, point, point. Shake hand, close, close, shake hand, shake hand, close, shake hand, close, point, 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 close, point, point. രണ്ടാമത്തെ ഗെയിം ടൊർണാഡോ ടാഗ്. കുടുംബാംഗങ്ങൾ തോളോട് തോൾ ചേർത്ത് പിടിച്ച് വൃത്താകൃതിയിൽ നിൽക്കുക. അതിൽ ഒരാളുടെ പുറകുവശത്ത് ഒരു ഹാങ്കർചീഫ് അല്ലെങ്കിൽ സ്കാർഫ് തൂക്കിയിടുക. വൃത്തത്തിന് പുറത്തു നിൽക്കുന്ന മറ്റൊരാൾ ഹാങ്കർചീഫ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ വൃത്താകൃതിയിൽ നിൽക്കുന്ന അംഗങ്ങൾ കർച്ചീഫ് എടുക്കാൻ അനുവദിക്കാത്ത വിധം വൃത്താകൃതിയിൽ തന്നെ മൂവ് ചെയ്യുക. നിത്യേനയുള്ള വ്യായാമങ്ങൾ ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കുന്നു. മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ചില ടിപ്സുകളാണ് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബി ആക്റ്റീവ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും മാനസികമായും ശാരീരികമായും ആക്റ്റീവായിരിക്കുക. സെക്കൻഡ് വൺ ഈസ് ബി കൈൻഡ്. സ്നേഹമുള്ളവരായിരിക്കുക. തേർഡ് വൺ ഈസ് ബി യുവർ സെൽഫ്. നിങ്ങളായി തന്നെ ഇരിക്കുക. വീഡിയോ കണ്ട് സമ്മാനം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സായി LNCPE സഹകരണത്തോടുകൂടി നടത്തുന്ന സ്റ്റേ ഫിറ്റ് എന്ന ഓൺലൈൻ പ്രോഗ്രാം കണ്ട് ദിവസവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം ആദ്യം അയക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലഭ്യമാകുക.
ഓരോ മാസവും ഏറ്റവും അധികം ശരിയുത്തരം നൽകുന്ന 100 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന 100 സ്കൂളുകൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. വിജയികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക: KERALASOA1@gmail.com. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒളിമ്പിക് വീഡിയോകൾ അതിവേഗം ലഭ്യമാകാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCPE സഹകരണത്തോടുകൂടി നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമായ സ്റ്റേ ഫിറ്റിന്റെ ഇന്നത്തെ കോൺടെസ്റ്റിലെ ചോദ്യം ഇതാ. Football is played on a rectangular pitch marked out by touchlines and goal lines. Play starts with a kick-off from the centre circle. A goal consists of 2 upright posts supporting a horizontal crossbar. Lines on the pitch mark the goal area and the penalty box. A match is played between 2 opposing teams of 11 players each, during 2 halves lasting 45 minutes. The objective of the 2 teams is to put the ball into the net of the opposing team. If a team manages to do so, they score a goal. The goalkeeper of each team stays in front of his goal to protect it. The clock is running clock, so it keeps on ticking on no matter if someone is injured, if the ball is out, if ball is not in a playing game. It's a 90-minute game. They play 2 halves of 45 minutes each and 11 players on each side. They have 3 substitution allowed. There's an injury time added to the running clock, so after 90 minutes, based upon how many injuries happen, how many times the game was stopped, they add 1 to 8 minutes. Now this is how they start. So you can see a team 11 players, another team of 11 players. There are 4 referees. Over here you see a bench. It's a substitution area, so the 11 players play on the ground and there are other 6 to 7 players sitting on the bench which can be substituted during the game, but only 3 can be substituted. Here you would see out of all these 11 players, one is dressed differently, same in the other team. That guy is called goalkeeper. So everyone except goalkeeper cannot use their hands. They just need to use their head, chest and legs. That's all. But the goalkeeper can use hands in a certain part of the field. This is how typically a match starts. Everyone of one team is on side A, another team is side B. Nobody will be standing in this circle and this guy starts by kicking it off. Now if I give you a top view of the field, this is how they stand. As I said, there's only one guy in the circle. That's why the circle is there, just for the kickoff. Once the kickoff is done, then it doesn't matter until a goal is scored. Here I would say this is a goalkeeper, and goalkeeper can use hands in this area. Outside this area, goalkeeper cannot use hands. Now these 4 players are called defense. Their job is to protect opponent from scoring goals. These are called midfielder. Their job is to protect the goal as well as move the ball forward. And then these 2 are strikers and their job is to score the goal. Let's talk about goal, the way in which you can score a goal. So you can hit the ball by your foot, smash it into the net, the goal post, and you can score a goal. Or the second way is you can direct it by your head and score a goal. Now the goalkeeper needs to defend a lot of areas, so he's allowed to use hands but only in that designated area and get pumped up as well. In order to score a goal, the ball should cross the goal line, and there is a goal decision system which ensures that the ball is beyond the line. Now if you throw the ball outside the sidelines, there's a throw-in. So if you tackle the ball outside, or if your player is moving and took the ball outside, so whoever touched the ball last before it goes out, the other team gets to throw in the ball. Or if the attacking team just throw the ball outside it, then the goalkeeper get a chance to put the ball anywhere in the square and kick it into the game to play it. Now if the ball goes beyond the goal line after hitting the defensive goalkeeper, here you can see if it would not have touched the goalkeeper, then it would be goal kick, but because it touched it, so
it's a corner. Here the defensive player took the ball outside the sideline, so it's a corner kick. You put the ball in corner, toss it in and try to score a goal. Goalkeeper in this case caught it, and he can toss the ball and kick it into the game, or he can just drop the ball and kick it to his players, or he can just throw the ball. So if the defensive player tackles bad, then they get a yellow card. Yellow card is a warning here. It's a bad tackle, nowhere on the ball, so it's a first yellow card. If the player does that again, look, he's not even close to the ball, just damaging the player, then it's a second yellow card, which means it's a red card and he is out of the game. They will have to play with one less player. You don't always get 2 yellow cards. If your tackle is really bad, then you can directly get the red card, like in this case. Now he's out of the game, he's sent off. But if your tackle is good, you don't get any card. In this case, defensive player, the guy in the red shirt, he hits the ball. He does not hit the player. Here, see, he hit the ball, so he is fine. No card for him. It's a good tackle, no problem. Bad tackle, issues. Or you do a foul, it's you get a free kick. Foul anywhere in this area, you get a free kick, which means you just place the ball and the other team can come in and kick it directly into the goal. It's very dangerous. Most of the time, if it's close to goal, they score a goal. So defensive players need to be careful here. A header and a goal. There is another foul thing called penalty kick. If anywhere here, it's a free kick. If you do a foul in this area, it's penalty kick. Here, the foul is in the goalkeeper area, the big box. So it's a penalty kick. That's the direction for penalty kick. And a yellow card because that's a bad foul. Here, see, there's nowhere ball, and he just crashed the other player. So penalty kick, high chances of scoring goals since ball is close to the goal, just goalkeeper and the player. Now another thing is offside. Here, if you see the guy on the top is a referee, he raised the flag, called it offside. Why? Because the attacking player is beyond the last defensive player when his partner or his teammate was passing the ball. That's offside. That doesn't count. If he scored a goal, doesn't count. You just place the ball there and opponent team starts. So here, see, the Gareth Bale A guy is beyond the last defensive man when his partner is passing the ball. So it is a clear offside. In case when your player is good, he's not beyond the last defensive man, there's no foul, you can continue to play. Football is played for 90 minutes. If it's a tie, they play for 30 extra minutes. If it's tied again, then they go for penalty shootout, which is each team takes 5 penalty kicks. Just goalkeeper and their players. So the first player comes in, kicks the ball, and he missed it. It's on the pole. So they didn't got a score. Other team can't score. So they got a 1 point. Then Brazil comes in. Second chance, they missed it. So they got 0. Portugal comes in, scored a goal. They got 2. So whoever gets more out of 5 shots, that team wins. And if it's a tie, then they just go for 1 more and 1 more and 1 more. Here it's a 3-3 last kick by Portugal, and they won. They won and they celebrate. നമ്മുടെ കൈകാലുകൾ താളാത്മകമായും ഏകോപനത്തോടു കൂടിയും ചലിപ്പിക്കുവാൻ കുട്ടിക്കാലം മുതലേ നാം ശ്രമിക്കേണ്ടതുണ്ട്. അവ മെച്ചപ്പെടുത്താൻ ഉതകുന്ന ചില എക്സസൈസുകളാണ് നാം ഇന്നിവിടെ പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? താങ്ക് യു ചിൽഡ്രൻ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഫിറ്റ്. കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ